ഹായ് ഫിയബിൾ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നൊരു ഇഷ്യൂ എനിക്ക് ഹിമാലയനിൽ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ്. അത് എന്തുകൊണ്ടാണ് ഇഷ്യൂ വന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഇതാണ് ഇഷ്യൂ. ഇത് ഞാൻ രാവിലെ വണ്ടി എടുത്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് മീറ്ററിനകത്ത് പറഞ്ഞ് സെൻസർ ഫെയിലായി എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഫ്യൂവൽ സെൻസർ ഫെയിലായി. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചത് പെട്രോൾ ലോ ആയത് കൊണ്ട് ഫ്യൂവൽ സെൻസർ എന്തെങ്കിലും ഫെയിലായതായിരിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് 500 പെട്രോൾ അടിച്ച് ഏകദേശം ടാങ്കിൻ്റെ ഹാഫിൻ്റെ മുകളിൽ ഉണ്ടാവില്ല പെട്രോൾ. എന്നിട്ടും കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് നോക്കി, കുറേ നേരം നിന്ന് പിന്നെ ഓണാക്കി നോക്കി. അപ്പോഴും ഫ്യൂവൽ സെൻസർ ഫെയിൽഡെന്ന് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഫ്യൂവൽ സെൻസറിൻ്റെ വേറെ എന്തോ ഒരു ഇഷ്യൂ ആണെന്ന്. അതേപോലെ തന്നെ ഫ്യൂവൽ സെൻസർ ഞാൻ ഓക്കെ ചെയ്ത് പിന്നെ ഒന്നുകൂടി ഓക്കെ അടിച്ചപ്പോൾ പറഞ്ഞ റിയൽ വീൽ സെൻസർ ഫെയിൽഡെന്ന് കാണിച്ചു. അപ്പോൾ 2 സെൻസറും ഫെയിൽ ചെയ്യുന്ന കാണിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു ഇഷ്യൂ തോന്നി, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ സർവീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതിനെക്കൊണ്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അതിൻ്റെ സെൻസറിൻ്റെ. പക്ഷേ ഞാൻ ഫോട്ടോ എടുത്തിരുന്നു അവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, മെയിൽ അയച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇഷ്യൂ എന്നുള്ള. അപ്പോൾ ആ ഫോട്ടോസാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വണ്ടി സർവീസ് സെൻറ്ററുള്ള ഇപ്പം ഞങ്ങൾ പോയിട്ട് വണ്ടി എടുക്കാൻ പോവുകയാണ്. അപ്പം കൊടുത്തിട്ട് ഓൾമോസ്റ്റ് 1.5 വീക്സ് ആയി. കാരണം അവർ പറഞ്ഞത് അവർ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പം ഇന്നങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പോയി നോക്കുകയാണ് എന്താ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, എന്താ ഇഷ്യൂ എന്നുള്ളത് അവർ കറക്റ്റ് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. അപ്പം നോക്കിയിട്ട് പറയാം. ഓക്കെ, നമ്മുടെ ബൈക്ക് എടുക്കാൻ വന്നിരിക്കുന്നതാണ്. ലൂഹ ഓട്ടോമോട്ടീവ്സിൽ വന്നിരിക്കുന്നത്. ബൈക്ക് അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ഏതൊരു കേബിൾ പോയതായിരുന്നു. എന്തായാലും അവർ ഫുള്ള് റീപ്ലേസ് ചെയ്ത് സാധനം തന്നിട്ടുണ്ട്. പുള്ളിയായിരുന്നു നമ്മളെ സർവീസ് അഡ്വൈസറെ. പുള്ളിയാണ് ഈ കണ്ടുപിടിച്ചതും എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് വണ്ടി വന്നപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇതിൻ്റെ റിയർ വീൽ ABS സെൻസറും അതുമാതിരി ഫ്യൂൽ സെൻസറും കട്ടായിട്ടായിരുന്നു കാണിച്ചിരുന്നു. അപ്പോൾ എന്താ നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് റാറ്റ് ബൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇൻഷുറൻസിൽ ശരിക്കും ആക്ച്വലി ഇൻവോൾവ് അല്ല, പക്ഷേ നമ്മളത് ഇൻഷുറൻസിൻ്റെ ടീം നമുക്കിവിടെ ടൈപ്പുള്ള ഇൻഷുറൻസ് ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നമ്മൾ അവരായിട്ട് സംസാരിച്ച അവസാനം അത് ക്ലെയിമായി കിട്ടി. അപ്പോൾ അത് മാറി റിസോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വണ്ടി തിരിച്ച് പുള്ളിക്ക് ഡെലിവറി ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ പറയാനുള്ളതേ ഉള്ളൂ, നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇവരെ അണ്ടറിലുള്ള ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ മെച്ചമായിരിക്കും. കാരണം ഇവർക്ക് ഒരു ടൈപ്പ് ഉണ്ടാവും. ശരിക്കും റാറ്റ് ബൈറ്റിന് ഇൻഷുറൻസ് കിട്ടാതെയാണ്, പക്ഷേ ഇവർ ഇടപെട്ട് അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അതെ, ലൂഹ ഓട്ടോമോട്ടീവ്സിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരിക, നല്ല സർവീസാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടി കൊണ്ടുവന്ന് ഇനി വാഷ് ചെയ്യണം. ഫുള്ള് അഴുക്കായി കിടക്കുക. 1.5 ആഴ്ച സർവീസ് സ്റ്റേഷനിൽ തന്നെയായിരുന്നു. അപ്പം മൂന്നാമത്തെ കാര്യങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇനി കാറാണെങ്കിലും ബൈക്കാണെങ്കിലും നമുക്ക് ഈ എലി എന്ന് പറഞ്ഞ സാധനം അത്ര നിസ്സാരക്കാരനല്ല. കാരണം നമുക്ക് ഇതിൻ്റെ മുകളിൽ ചിലവ് വരുന്ന എത്ര വെച്ചാൽ ബില്ല് ഏകദേശം 11 സംതിങ് ആയിരുന്നു. അതായത് ഈ സെറ്റ് മാറ്റാൻ തന്നെ 10,000 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ സെൻസറിൻ്റെ മുകളിൽ നിന്നുള്ള ചെറിയൊരു വയറെ വിട്ടിട്ടുള്ളൂ. ആ ഫോട്ടോ ഞാൻ കാണിച്ചിരുന്നത്, ഇതാണ് ആ ഫോട്ടോ വരുന്നത്. അപ്പം ഈ വയറ് വിട്ടതിന് നമുക്ക്, അതായത് 2 വയറാണ് വിട്ടിരിക്കുന്നത്. ശരിക്കും ആ വയറ് സോൾഡർ ചെയ്ത് വെക്കേണ്ട വയറാണ്. പക്ഷെ ഒരിക്കലും വണ്ടി വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ സോൾഡർ ചെയ്യാൻ പറ്റില്ല അവർക്ക്. എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ വാറണ്ടി ഇഷ്യൂ പ്രശ്നം വരും, എന്തെങ്കിലും ഒരു മേജർ ഫെയിലിയറൊക്കെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ നിസ്സാരമായിട്ട് ഈ എലിശല്യമൊന്നും കാണണ്ട. അതായത് നമുക്ക് അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു റാറ്റ് സ്പ്രേ ഒക്കെ ഉണ്ട്, ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ സാധനം മേടിക്കാം. കാറിൻ്റെ ഉള്ളിലും ബൈക്കിൻ്റെ എൻജിൻ്റെ പാർട്സിൻ്റെ അവിടെയൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടേക്കുക രാത്രി. കാരണം അതൊരു കോട്ടിങ് പോലെ, അതായത് നമ്മളെ വയറിൻ്റെ മുകളിലൊരു ചെറിയൊരു കോട്ടിങ് പോലെ നിൽക്കും. അപ്പം എലികൾ അങ്ങനെ പെട്ടെന്ന് വന്ന് കടിച്ച് അതാവില്ല. കാരണം ഇത് ചില്ലറ പൈസയൊന്നുമല്ല, ചെറിയ എന്താ പറയുക, എനിക്ക് ഈ എലിശല്യം കാരണം എൻ്റെ കാറിൻ്റെ ഇതേപോലെ തന്നെ ഇഷ്യൂ വന്നിട്ടുണ്ട്. കാറിൻ്റെ പക്ഷേ ചെറിയ പൈസയ്ക്ക് ഇത് തീർന്ന്. പക്ഷേ എന്താ പറയുക, അതും ഇതേപോലെ തന്നെ മേജർ വയറായിരുന്നെങ്കിൽ നല്ല പൈസ വന്നേനെ. അതുകൊണ്ട് ഒരു റാറ്റ് സ്പ്രേ എന്താ പറയുക അടിക്കുന്നത് നല്ലതായിരിക്കും. അതിന് വലിയ പൈസയൊന്നുമില്ല. റാറ്റ് സ്പ്രേ 400 താഴെയുള്ളൂ പ്രൈസ്. പക്ഷേ അത് നിങ്ങളെ ഒരുപാട് പൈസ സേവ് ചെയ്യും. ഇതിപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് ഈ ബൈക്കിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയത് കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കട്ട് ചെയ്യുന്ന അറിയില്ല. ഒരു ചെറിയ സ്പേസ് പോലും ഇല്ല, അതിൻ്റെ ചെറിയൊരു സ്പേസേ ഉള്ളൂ അതിൻ്റെ വയറിങ്ങിലേക്ക്. പക്ഷേ അതിനുള്ളിൽ കൂടി അത് കയറി ആ സെൻസറിൻ്റെ വയറെല്ലാം അത് കട്ട് ചെയ്തു.
അതുകൊണ്ടൊന്ന് സൂക്ഷിക്കുക. ഒരു റാഷ് സ്പ്രേ മേടിക്കുക, ജസ്റ്റ് അടിച്ചേക്കുക. കാരണം ഇതിപ്പോൾ നമ്മൾ റൈഡിന് പോവുകയാണെങ്കിലും നമ്മൾ 4 days 5 days റൈഡൊക്കെ പോവുകയാണെങ്കിൽ പല സ്ഥലത്തും റിസോർട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും നമ്മൾ വണ്ടി സൈഡിലേക്ക് ഇടുക. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഇതേപോലെ സംഭവിച്ചു വിടുകയെന്ന്. പക്ഷേ ഈ സെൻസറൊക്കെ ഫെയിലായിട്ടും വണ്ടി ഓടും കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. കാരണം വണ്ടി മോഡ് മാറ്റാൻ പറ്റില്ല. എക്കോ മോഡ്, പവർ മോഡ്, റിയർ ABS ഇതൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷേ ബൈ ഡിഫോൾട്ട് വണ്ടി സ്റ്റാർട്ടാവും, വണ്ടി ഓടും, ഒരേ മോഡിൽ വണ്ടി ഓടും. അത് വേറെ ഇഷ്യൂ ഒന്നുമില്ല. വണ്ടി റണ്ണിങ്ങിന് ഇഷ്യൂ വരില്ല. പക്ഷേ ഇതേപോലത്തെ സെൻസർ, ഫ്യൂൽ ഇൻഡിക്കേറ്റർ പോവും, അതുപോലെ തന്നെ ഏത് മോഡലാണ് പോകുന്നത്, റിയർ ABS ഓൺ ഓഫ് ഇതൊന്നും വർക്ക് ചെയ്യില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം പറ്റിയെങ്കിൽ റാഷ് സ്പ്രേ ഒക്കെ വാങ്ങി കാറിനും ബൈക്കിനൊക്കെ അടിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു.